ഇപ്പൊ തുടർഭരണം വേണ്ട, പിണറായി സർക്കാരെ ഇതിൽ കൂടുതൽ കൊള്ള നടക്കും. ഇവിടെ ഈ രാജ്യത്ത് കൊള്ളയുടെ കൊള്ളയായിരിക്കും. ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതല്ലേ നാട് നശിച്ചെന്ന് പറഞ്ഞാൽ മതി. അധിക ദിവസമുള്ളൂ. അപ്പോൾ ചേട്ടന് അധികാരത്തിൽ വരാൻ ആരായിരിക്കും? പിണറായി സർക്കാരാണോ അതോ UDF തന്നെയാണോ? പിണറായി സർക്കാർ വരണം. അതെന്തുകൊണ്ടാണ് പിണറായി തന്നെ വേണമെന്ന് പറയണേ? അതായത് ഈ കൊറോണ കാലത്ത് കേരള ജനതയെ ആഹാരം കൊടുത്ത് വിശപ്പറിയിക്കാതെ തീറ്റിപ്പോറ്റിയ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. രണ്ടാമത് ഇവിടെ പെൻഷൻ കിട്ടുന്നുണ്ട്, 2000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് 35 വയസ്സ് BPLക്കാരായ സ്ത്രീകൾക്ക് 35 മുതൽ 60 വരെയുള്ള ആൾക്കാർക്ക്, സ്ത്രീകൾക്ക്, വനിതകൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നാമത് കൊറോണ കാലത്ത് ആ കാലഘട്ടത്തിൽ ഇവിടെ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാം അടച്ചുപൂട്ടി വീട്ടിൽ കുത്തിരുന്നപ്പം ഈ കേരള ജനതയെ തീറ്റിപ്പോറ്റി IMS പിണറായി വിജയനാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഈ അധികാരത്തിൽ വരണ്ടെന്നാണ് ഇപ്പോൾ ആൾക്കാർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റം വേണമെന്നാണ് പറയണത്. അങ്ങനെ അത് എതിരാളികൾ പറയുന്ന രാഷ്ട്രീയ ധ്വനി വെച്ച് പറയുന്നതാണ്. ഒരിക്കലും അല്ലല്ല. ഞാൻ പോയ സ്ഥലത്ത് ജനങ്ങൾ, നമ്മളിപ്പോൾ ആരുടെ ഒരു പാർട്ടിക്കാരെടുത്ത് നമ്മൾ പൾസ് അറിയാൻ വേണ്ടി, ജനങ്ങളുടെ ഒരു അറിയാൻ വേണ്ടി നമ്മൾ പോണതാണ്. അപ്പോൾ പാർട്ടി സംബന്ധമായിട്ട് പോയവരോട് നമ്മൾ സംസാരിക്കാറില്ല. പക്ഷെ അവരുണ്ടെങ്കിൽ പറയുന്ന അവരുടെ ഒപ്പീനിയൻ മാത്രമേ അവർ പറയുള്ളൂ. പക്ഷെ അവർ പറയുന്നത് മാറ്റം വേണം, പിണറായി സർക്കാർ വേണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് കടുത്തുരുത്തിയിൽ ഇപ്പോൾ ഞാൻ ഈ കടുത്തുരുത്തിയിൽ നടക്കുന്ന, ഞാൻ കടുത്തുരുത്തിയിൽ ജീവിക്കുന്ന ആളാണ്. ഞാനൊരു പാലക്കാട് അധ്യാപകനാണ്. കടുത്തുരുത്തിയിൽ ഇപ്പോഴത്തെ പൾസ് ഒരു വനിതാ MLA ഇവിടെ ഉണ്ടാകട്ടെന്നാണ് ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞിരിക്കുന്നത്. കാരണം വെച്ചാൽ 25 വർഷം പോലെ 5 പ്രാവശ്യം പോയിട്ട് 25 വർഷമായിട്ട് ഇവിടെ യാതൊരു കാര്യവും എടുത്തു പറയത്തക്ക രീതിയിൽ ഒരു പ്രോജക്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഈ കടുത്തുരുത്തി മണ്ഡലത്തിൽ എന്ന് പറയുമ്പോൾ മോൻസി ജോസഫാണ് ഇപ്പോൾ എത്ര കൊല്ലമായിട്ട്, 25 കൊല്ലമായിട്ട് പുള്ളി വിജയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പ്രാവശ്യം ഇത്തോടെ നിർമ്മലാ ജിമ്മി 10,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കും. പുള്ളി കഴിഞ്ഞ പോലെയൊക്കെ ജയിച്ചിരുന്നത് ശരിയായ രീതിയിലല്ല. അതന്നെ അത്ര ഉറപ്പ് ചേട്ടന് ജയിക്കുന്നു മോൻസി ജോസഫിനെ? കാരണം ഞാൻ ഈ നിയോജക മണ്ഡലത്തിൽ മൊത്തം കറങ്ങി അടിച്ച് എല്ലാ ജനത്തിൻ്റെ വളർച്ചറിഞ്ഞ് നടന്ന് ഇപ്പോൾ 2 മാസമായിട്ട് നടന്ന, ഞാനും സർവേ എടുത്ത് നടക്കുന്ന. ഇവിടെ UDF സീറ്റ് എടുക്കത്തില്ലേ? ഇല്ല, കിട്ടത്തില്ല. BJPയുടെ കൃത്യം ഇവിടെ 26,000 30,000 വോട്ടുണ്ട്. ആ 30,000 വോട്ട് അവരവിടെ വീഴണം. അതല്ലേ ശരി, അതാണ് രാഷ്ട്രീയം. അപ്പം UDF പിടിക്കുന്നതിന് പകുതി വോട്ട് NDA പിടിക്കും. അതായത് UDF ഇവിടെ 50,000 വോട്ടല്ലാതെ 51 പ്ലസ് ഒരു വോട്ടും പിടിക്കില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പിണറായി സർക്കാരിനോട് മാത്രം ചേട്ടൻ ഇൻട്രസ്റ്റ്, ഇപ്പോൾ UDFനോട് ചേട്ടന് പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല, അവരോട് വിരോധമുള്ളൂ മാത്രമേ ഉള്ളൂ? എനിക്ക് വിരോധമാണ്. എനിക്ക് ഒത്തിരി സ്നേഹമാണ് അവരോട്, UDFന്. കാരണം കേന്ദ്രത്തിൽ നെഹ്റു സോഷ്യലിസം കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ്. നെഹ്റു സോഷ്യലിസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്ത് നെഹ്റു കുടുംബവും ഗാന്ധിജിയും കൂടിയാണ്. ബാക്കി എല്ലാവരും കൂടി അതിനകത്ത് പ്രയത്നം നടന്നിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിൽ ഞാൻ കോൺഗ്രസിനെ വളരെ, മതേതരത്വത്തെ അവർ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അധികാരത്തിൽ അവർ വന്നു കഴിഞ്ഞാൽ, അവർ പറഞ്ഞല്ലോ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ KSRTCയിലുള്ള സൗജന്യ, സ്ത്രീകൾക്കുള്ള സൗജന്യമൊക്കെ നടക്കും. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുമോ? അത് ഉറപ്പുണ്ടോ? ഇത് ഞാൻ ഒരു കാര്യം പറയാം. ഇവർ ഇങ്ങനെ കൊണ്ടുവരുന്ന അവരങ്ങനെ കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധ്യമല്ല. കാരണം ഇത് കേരളത്തിൻ്റെ സമ്പൽഘടനയെ നശിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് നമ്മൾ വരാണ്ട് തന്നെ നമ്മളിങ്ങനെ പറയണത് മോശമല്ല. അതിപ്പോൾ അല്ല, അവരുടെ ഇലക്ഷൻ്റെ അജണ്ടയിൽ അങ്ങനെ പറയുമ്പം നമുക്കതിനെ അപഗ്രഥിക്കുന്നതായിട്ടുണ്ട്. അപഗ്രഥനം നടത്തുമ്പോഴത്തേക്ക് അവർക്ക് ആ പ്രോജക്റ്റ് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റിയില്ല. അത് ചേട്ടൻ അത്ര കഠിനമായിട്ടൊരു ഉറപ്പ് പറയാൻ കാരണം അങ്ങനെ? കാരണം വെച്ചാൽ നമ്മൾ ഇന്ത്യയുടെ കേരളത്തിന് സമ്പൽഘടന വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക അറേഞ്ച്മെൻറ്റ് അവിടെ ഇല്ല, പറ്റിയില്ല. കാരണം ടാക്സ് പിരിക്കാതെ ഈ എവിടെ നിന്ന് പണം കണ്ടെത്തും? അപ്പോൾ UDF നുണ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുവാണ്, ജനങ്ങളെ പറ്റിക്കുവാണ്. വേണ്ട, അവർക്ക് ഒരു കാര്യവും പദ്ധതിയും നടപ്പിലാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയട്ടെ, അപ്പോൾ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്ന പിണറായി സർക്കാരാണ് മാത്രമുള്ളതാണ് ചേട്ടൻ പറയുന്നത്. വൈക്കത്തെ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിക്കേ, കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ചെന്ന് നോക്കിക്കേ, ഇവിടെ സ്കൂളുകൾ നോക്കിക്കേ. ഇവിടെ ഈ പിണറായി സർക്കാരിൻ്റെ കീഴിലുള്ള ഫണ്ട് കൊണ്ടാണ് ഗ്രാമങ്ങളിലെ എല്ലാ റോഡുകളും മെയിൻ്റനൻസ് പിന്നെ ലൈഫ് പദ്ധതി പെട്ട വീടുകളെല്ലാം, കുടിവെള്ള പദ്ധതി എല്ലാം പൂർത്തീകരിച്ചു. പക്ഷേ കാര്യമുണ്ട്, പക്ഷേ ജനങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ ഗുണ്ടയാണെന്നാ പറയണേ, പിണറായി സർക്കാർ ഗുണ്ടയാണ്. നമ്മൾ എല്ലാ മനുഷ്യരും ഗുണ്ടയുടെ സ്വഭാവം ആവശ്യ സമയത്ത് ഇറക്കും. ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ അറ്റാക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഭാര്യ പിടിക്കുന്നു, നമ്മളും ഗുണ്ടായി ഇറക്കും. അല്ല, ഞാൻ ചോദിക്കണല്ല, ഒരു എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റ്. ഇപ്പോൾ LDFകാരെ ഞാൻ വർഷം പിടിച്ച് പറഞ്ഞല്ല, ആരും വർഷം പിടിച്ച് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് സംസാരിക്കണേ. അപ്പോൾ ഒരു അധികാരം ഉണ്ടെന്ന് പറഞ്ഞ് എന്തും തോന്നിവാസം കാണിക്കാന്നൊരു ഇതുണ്ടല്ലോ. ഇല്ല, അധികാരം പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രമസമാധാനം ഉള്ള സ്റ്റേറ്റുകൾ, ഏറ്റവും കൂടുതൽ ക്രമസമാധാനം അല്ലെങ്കിൽ സമാധാനം നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ പിണറായി സർക്കാർ വരണമെന്നാണ് ചേട്ടൻ്റെ ആഗ്രഹം? പിണറായി സർക്കാർ വരുന്ന ആഗ്രഹമല്ല, വരും, സത്യമാണ്. അതിന് മാറ്റമാണ്. അത് ഉറപ്പിച്ചു വെച്ചോക്കണം. ഉറപ്പാണ്. കേരളം ഒന്നടക്കം പറയണത് പിണറായി ഉറപ്പാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ UDF അധികാരത്തിൽ വന്നെന്നിരിക്കട്ടെ, അപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ആരായിരിക്കും?
അവർ മുഖ്യമന്ത്രിക്ക് സ്ഥാനമാക്കും, അവർക്ക് അതിനെ ചൊല്ലി തന്നെ അങ്ങനെ അവർ അധികാരത്തിൽ വരത്തില്ല, അവർക്ക് ഭൂരിപക്ഷം കിട്ടത്തില്ല. പിന്നെ നമ്മളെന്തിനാ അതിനെപ്പറ്റി പറയുന്നത്? അല്ല, എന്നാലും ചേട്ടൻ്റെ ഒരു നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നാളെ ഇന്നത്തെ കാര്യം നമുക്ക് രണ്ടുപേർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ചേട്ടൻ്റെ ഒപ്പീനിയൻ പറ, ആരായിരിക്കും? അങ്ങനെ വരത്തില്ല. അല്ല, എന്നാലും പറ, ഒരു മുഖ്യമന്ത്രി വി ഡി സതീശൻ വരുവാണോ? ശശി തരൂർ വരണം. ആണല്ലേ? വി ഡി സതീശൻ യോഗ്യതയില്ല. ആണല്ലേ? യോഗ്യത ഇല്ലെന്ന് പറയാൻ കാരണം പുള്ളിക്ക് കേരളം ഭരിക്കാനുള്ള ഒരു നൈപുണ്യമില്ല. അതായത് പുള്ളിക്ക് ഈ പറഞ്ഞ നുണ പറഞ്ഞ് അത് ആൾക്കാർ ചിത്രീകരിച്ച് പറഞ്ഞാണ് നുണയെന്ന് പറഞ്ഞ പുള്ളി ഉള്ള കാര്യത്തിന് പറയുന്നുണ്ടല്ലേ? കാര്യമുള്ള സത്യമല്ല പറയാം. അതിന് അവരുടെ പാർട്ടിക്കാരെ പുള്ളി തോൽപ്പിക്കും ഉറപ്പാ. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് സീറ്റിന് വേണ്ടി. ഒരു ലീഡർഷിപ്പ്, ഒരു ലീഡറെ കാണിക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. പക്ഷേ പല മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ നിന്നും വി ഡി സതീശൻ പറയാറുണ്ട്, ഞങ്ങളെല്ലാവരും ദോസ്തുക്കളാണ്, ഞങ്ങളെ കൂട്ടുകാരാണ്. അപ്പം നിങ്ങളായിട്ട് മാധ്യമക്കാർ, നിങ്ങളായിട്ട് ചാനലുകാർ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു വരുത്തണമെന്ന് അവർ പറഞ്ഞു. അവരാരും സുഹൃത്തുക്കളില്ല, അവർ ഹൃദയത്തിൽ അവർ വളരെയധികം വൈരാഗ്യം വെച്ച് പുലർത്തുന്നു. ശത്രുക്കളാണെന്നാണ് പറയുന്നത്. ശത്രുക്കളാണ് അവർ, എനിമീസാണ് അവർ. അപ്പോൾ നമ്മളെ പറഞ്ഞ് പറ്റിക്കുകയാണെന്നാണ് പറയുന്നത്. ഈ ജനങ്ങളെ തീർച്ചയായിട്ടും ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന കാര്യമാണ്. അവർക്ക് ഒരു കാര്യവും നന്നൻ ഒരു നേഴ്സിംഗ് ഹോം ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ? അവർക്ക് ഈ ആന്റണി കരുണാകരനൊക്കെ കൊണ്ടുവന്ന് നെടുമ്പാശ്ശേരി കൊണ്ടുവന്ന സംഭവം ബാക്കി ഇവിടെ കേരളത്തിന് വേണ്ടി എന്താ ചെയ്ത്? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ LDFന്റെ ഭരണം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റേ അയ്യപ്പൻ്റെ സ്വന്തം കെട്ട ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ എന്തുകൊണ്ട് അത് ഇലക്ഷനൊക്കെ ആയപ്പോൾ മുങ്ങിപ്പോയി? അത് ഞാൻ ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. ഇപ്പം നമ്മൾ എല്ലാ സമുദായങ്ങളും ഒരു സ്ട്രക്ചറുണ്ട്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മോശമായിട്ട് തോന്നരുത്. ഇല്ല, നമുക്ക് അഭിപ്രായങ്ങൾ പറയാമല്ലോ. പള്ളിയിലാണെങ്കിൽ അച്ഛനുണ്ട്. അപ്പം ഞാനൊരു കത്തോലിക്കനാണ്, പക്ഷേ മതം വെച്ച് പറഞ്ഞതല്ല. അവിടെ ഓരോ കാര്യവും വിലയിരുത്താനും കണക്കുകൾ മുഴുവൻ പരിശോധിക്കാൻ കമ്മിറ്റിയുണ്ട്. ജനപ്രതിനിധികളുടെ കമ്മിറ്റി പാസ്സാക്കിയിട്ട് കമ്മിറ്റിയിൽ അത് വായിച്ചിട്ട് അത് പാസ്സാക്കിയിട്ട് വേണം അത് മുകളിലേക്ക് അയക്കാനായിട്ട്. അതും അവസാനമാകുമ്പോൾ ഓഡിറ്ററുണ്ട് സർക്കാരിൻ്റെ. അതെല്ലാം എന്തെങ്കിലും പൗളുണ്ടെങ്കിൽ അവിടെ കമ്മിറ്റിക്കാർ അത് അംഗീകരിക്കില്ല, പിന്നെ പൊതുയോഗത്തിൽ വെച്ച് അംഗീകരിക്കണം. അങ്ങനെ ഒരു എക്കണോമിക് സ്ട്രക്ചറിൻ്റെ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ പള്ളിയിൽ കിട്ടിയ സ്വർണ്ണത്തിനാണെങ്കിൽ അവിടെ കുറിച്ച് വയ്ക്കും. അപ്പോൾ അമ്പലത്തിൽ കിട്ടിയ സ്വർണം എന്തുമാത്രം ഉണ്ടെന്ന് അവിടെ ബോർഡ്, അത് രാഷ്ട്രീയത്തിൽപ്പെട്ട കാര്യമല്ല. പക്ഷേ എന്നാലും അത് നെഗറ്റീവ്സ് അല്ലേ പുറത്ത്? അത് പഞ്ചായത്ത് ഇലക്ഷനെ ബാധിച്ചെങ്കിൽ നിയമസഭയെ ബാധിച്ചത് അത് ഒരു വീട്ടിൽ 10 മക്കളുണ്ടെങ്കിൽ 10 രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആരെങ്കിലും കുറിച്ചേക്ക് ഇപ്പം സത്യം പറയട്ടെ, നമ്മൾ ഡോക്ടർമാരെ ഞാനും ഒരു അധ്യാപകരെ വിശ്വസിച്ച മാതാപിതാക്കന്മാർ വീട്ടിലേക്ക് സ്കൂൾ പിള്ളേരെ വയ്ക്കുന്നത്. അധ്യാപകരെന്തെങ്കിലും വൃത്തികേട് കാണിക്കുകയാണെങ്കിൽ, വൈദികർ കാണിക്കുകയാണെങ്കിൽ, പൂജാരിയും ഒക്കെ എന്തെങ്കിലും വൃത്തികേട് പൂജാരിയോട് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ചെയ്യണമെന്ന്. അല്ല, അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാന ഒരു പാർട്ടിയെ മാത്രമല്ല, പാർട്ടിയെ ബന്ധിച്ചിട്ടുള്ള കാര്യമല്ല അത്. ആണല്ലേ? അല്ല. അപ്പോൾ പിണറായി സർക്കാർ വന്നെന്ന് തന്നെയാണ് ആഗ്രഹം. വരുന്ന ഉറപ്പാണോ? ഉറപ്പാണല്ലേ? ഓക്കെ, താങ്ക് യു. പിണറായി വരുമോ? പിണറായി വരാൻ ഒരു സാധ്യതയില്ല. മോൻസോട് ജയിക്കും. 20,000 വോട്ടിന് മോൻസോട് ജയിക്കും. UDF ഒരു 90-95 സീറ്റിനിടയ്ക്ക് UDF ഭരണത്തിലും കയറും. ഭരണം എന്താണ് ഭരണം അറിയാലോ എല്ലാവരും. അപ്പോൾ ഈ 10 വർഷം ഭരിച്ചല്ലോ, അപ്പോൾ അതിന്റെ ചേട്ടന് എന്തായിരിക്കും പറയാനുള്ളത്? 10 വർഷം കൊണ്ട് എനിക്ക് 35 കിലോ അരി കിട്ടിക്കൊണ്ടിരുന്നു. എനിക്കിപ്പോൾ 2 കിലോ കിട്ടുന്നത്. 2 കിലോ അത്രേ ഉള്ളൂ. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റാണോ പിണറായിയുടെ ഗവൺമെൻറ്റാണോ ഈ 35-ന് 2-ലേക്ക് വന്ന ആരാ നല്ല ആളും? അത്ര എനിക്ക് പറയാനുള്ളൂ. നല്ല മനുഷ്യർ തുടർഭരണം വേണ്ട. തുടർഭരണം വന്നു കഴിഞ്ഞാൽ മാർക്സിസ്റ്റുമായിട്ട് ഇല്ലാതാവും. ഇവർ ഓപ്പോസിറ്റ് എന്നാലേ ഈ പാർട്ടി നിലനിൽക്കുള്ളൂ. ബംഗാളും ത്രിപുര അവരുടെ മുമ്പിൽ കിടപ്പുണ്ടല്ലോ, അവിടെയൊന്നും വേറെ ഒന്നും ഇല്ലല്ലോ. തുടർഭരണം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പാർട്ടിക്കാരുടെ ഈ അതിൻ്റെ പേരെന്നാ പറയണേ, ഈ മറ്റേ നിരൂപരും എഴുത്തുകാരൊക്കെ അവരൊക്കെ പറയുന്നുണ്ടല്ലോ, എത്രയായിരുന്നു? 3 അവരൊക്കെ പറയുന്നുണ്ടല്ലോ തുടർഭരണം വന്നു കഴിഞ്ഞാൽ നടക്കിയിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം അത്രേ ഉള്ളൂ. ഞാൻ നല്ലൊരു കൗൺസിലറായിരുന്നു. ഭയങ്കര കാപ്പിയല്ലോ. ഉറപ്പല്ലേ? 100% ഉറപ്പല്ലേ? അധികാരത്തിൽ വന്നാൽ ഫസ്റ്റ് ചോയ്സ് അതായിരിക്കും. ഫസ്റ്റ് ചോയ്സ് അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു അല്ല, അങ്ങനെയാണല്ലോ എല്ലാവരും. ഇവരും ഇപ്പോൾ വാരിക്കോരി കൊടുക്കുമല്ലേ. എൻ്റെ കൂട്ടുകാരൻ ഇന്ന് 2 മാസം പെൻഷൻ ഒന്നിച്ച് കിട്ടിയെന്ന് പറഞ്ഞില്ലേ. അപ്പം വീണ്ടും ഞങ്ങൾക്ക് അധികാരം കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ. അപ്പോൾ ഇനി ഇവർ LDF അധികാരത്തിൽ കയറി ഇനി 3 മാസം കഴിഞ്ഞപ്പോൾ പെൻഷൻ കിട്ടുള്ളൂ. അത് 100% ഉറപ്പാണ്. പക്ഷേ നമ്മൾ പറഞ്ഞത് കറക്റ്റാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞത് കറക്റ്റാണ്. ഇന്നിപ്പോൾ മിക്കവാറും പ്രിയങ്ക ഗാന്ധി വന്നത് തന്നെ പറയും. ഉറപ്പാണ്, ഒരു സംശയമില്ല. UDF പിടിച്ചിരിക്കും. 95 സീറ്റ് പിടിച്ചിരിക്കും. BJP സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ അടിപടലം കിട്ടിയാൽ 2 അല്ലെങ്കിൽ അടിപടലം.
ഓക്കെ ചാച്ചാ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം നിലവിൽ പിണറായി സർക്കാർ ഇപ്പം നിലവിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ വീണ്ടും പറ്റിക്കപ്പെടുകയോ ചെയ്യുമോ? പറ്റിക്കപ്പെടുകയുള്ളൂ. കാരണം എന്നാ പറ്റിക്കപ്പെടാൻ കാരണം എന്നാ? കാരണം വെച്ചാൽ ഇവർ കറക്റ്റ് കണക്കുകൾ പറയുന്നില്ല. ഞങ്ങളിതെല്ലാം ചെയ്യുന്നെന്ന് പറയണത്. ഇത് നമ്മുടെ സംസ്ഥാനത്തിന് കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപ വായ്പ മേടിച്ച് വികസന പ്രവർത്തനം നടത്തി. അത് എല്ലായിടത്തും എത്തിയിട്ടൊന്നുമില്ല. കുറച്ച് സ്ഥലത്തൊക്കെ ഇങ്ങനെ വികസന പ്രവർത്തനം നടത്തും. സർക്കാർ കോടികൾ തൊട്ട് കമ്മാനാടിയിട്ട് മുക്കുവാണ് ചെയ്യണത്. മുക്കുമല്ലേ? പിന്നെ എന്തെല്ലാം പ്രശ്നം? അമ്പലം കൊള്ള ഒരു വശത്ത്, അതൊക്കെ വേറെ. കോപ്പറേറ്റീവ് ബാങ്ക് കൊള്ള ഒരു വശത്ത്. അങ്ങനെ എല്ലാ സ്ഥലത്തും വൻ അഴിമതി നടന്ന നേതാക്കന്മാർ കോടീശ്വരന്മാരാകണുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ UDF വന്നു കഴിഞ്ഞാൽ ഇവരെ പ്രവർത്തനം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ക്വിറ്റായി പോവില്ലേ? അപ്പൊ അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഉറപ്പുണ്ടോ UDF-കാർ എന്തെങ്കിലും നല്ലത് ചെയ്യുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം. രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വന്നിട്ട് പറഞ്ഞായിരുന്നു സൗജന്യ യാത്ര സ്ത്രീകൾക്ക്. അതൊക്കെ ഉള്ളതാണോ? അത് ഞാൻ അതിനോട് യോജിക്കണില്ല. അതൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിപ്പോ അഴിമതിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ ഈ അഴിമതി ഇതെങ്ങനെ ചാച്ചന് മനസ്സിലായത്? അഴിമതി എന്ന് പറഞ്ഞാൽ ഇതിന് കണക്കില്ലല്ലോ. വയനാട് മുതൽ പ്രളയബാധിത ദുരന്തം, പ്രകൃതി ദുരന്തം മുതൽ ഇങ്ങോട്ട് കിടക്കുമല്ലേ, വാങ്ങലല്ലേ ഉള്ളൂ. ചിലവായ ഒരു കണക്കും ഒക്കെ ഉണ്ട്. എന്തോരം കിട്ടിയെന്ന് കണക്കില്ലല്ലോ. അങ്ങനെയുള്ള ഒരു വൻ പ്രശ്നം അവിടെ കിടക്കണം. ഇവിടെ പിന്നെ ഈ ഹെൽത്ത് രംഗത്തുള്ള മോശക്കേട് വേറെ. രണ്ടാമത് ഇവിടെ ഈ അമ്പലം കൊള്ള ഇതൊക്കെ എന്നെ ബാധിക്കണതാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ സത്യസന്ധമായി നിൽക്കുന്ന ഒരു വ്യക്തി ഒരു കൊള്ളയടിച്ചെങ്കിൽ അത് എന്നെ ബാധിക്കുകയല്ലേ. സത്യസന്ധതയ്ക്കെതിരാണത്. അപ്പോൾ ഈ അമ്പലം കൊള്ള നടത്തിയിട്ട് ഒരു തെളിവുമില്ല. കേന്ദ്രത്തിൽ നിന്നൊരു മന്ത്രി വന്ന് ഇന്നാൾ പറഞ്ഞെന്ന് പറഞ്ഞു ഞങ്ങൾ CBI അന്വേഷിക്കുന്നത്. ഏതാ കേന്ദ്രത്തിലെ ഒരു ആഭ്യന്തരമന്ത്രി ഈ കഴിഞ്ഞ ദിവസം വന്നു ഞങ്ങൾ ഇത് CBIക്ക് വിടുമെന്ന്. ഇതിന് പാട് പിടിക്കാൻ മേലെ അവരും. അതായത് ഇതിലുള്ളവർ തന്നെ ഇവരുടെ കാര്യങ്ങൾ തന്നെ പകുതി മുക്കിക്കളയുക. അതാണ് അതിന്റെ സത്യം. അപ്പോൾ പുറത്തോട്ട് വിടുന്നില്ല. എന്നാ എന്തെങ്കിലും പുറത്ത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ വേറെ വാർത്ത കേട്ട് മൂടും. ഇത് എൻ്റെ ഒരു അറിവ് വെച്ചുള്ള വർത്താനാണ്. ആരും പറഞ്ഞു തന്നിട്ട് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. എൻ്റെ അറിവ് വെച്ച് ഞാൻ സംസാരിച്ചെന്ന് മാത്രമേ അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വേറെ രാഷ്ട്രീയക്കാരുടെ പ്രസംഗം കേൾക്കാൻ ഞാൻ പോയല്ല. കാരണം മടുത്ത്, എല്ലാം കേട്ട് മടുത്ത്. ഇനിയിപ്പോൾ തുടർഭരണം വേണ്ട, പിണറായി സർക്കാരേ വേണ്ട. ആരെങ്കിലും UDF ആവണമെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാമല്ലോ. അല്ല ഇനി ഒരു വർഷം കയറി കഴിഞ്ഞാലുള്ള ജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാവും അല്ലേ? വീണ്ടും ഇതിൽ കൂടുതൽ കൊള്ള നടക്കും ഇവിടെ. ഈ രാജ്യത്ത് കൊള്ളയായിരിക്കും. ആണല്ലേ? ഒരു പോലീസും പിടിക്കല്ലേ ഇവരാരെ. അതൊക്കെ സത്യമായ കാര്യമാണ്. ഓക്കെ, താങ്ക് യു. പിടിക്കുമോ? എവിടെ? കേരളത്തിലോ? അവിടെ പിടിക്കും. എങ്ങനെ വരെ പ്രവർത്തനങ്ങൾ മാത്രം ഉറപ്പുവരാൻ വികസനങ്ങൾ മാത്രം നോക്കിയാൽ മതി. കടുത്തി മണ്ഡലത്തിൽ ഒരു വികസനം നടന്നിട്ടില്ല. ബാക്കിയുള്ള മണ്ഡലത്തിലേക്ക് പോയി നമ്മുടെ ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലമാണ് ഏറ്റുമാനൂർ ഒന്ന് പോയി കാണണം. ബാക്കിയുള്ള ഏറ്റുമാനൂർ മണ്ഡലത്തിലേക്ക്, വാസവൻ്റെ ഒക്കെ മണ്ഡലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ റോഡുകൾ മാത്രം നോക്കിയാൽ മതിയല്ലോ. ഒരു ഗതാഗത കുരുക്കിലും ഒന്നുമില്ല. ഇവിടെ ഈ കഴിഞ്ഞ ആഴ്ച വരെയും ഗതാഗത കുരുക്കായിരുന്നു. ഒരു പാർട്ടിയിൽ അനുഭാവികമില്ല. ഉറപ്പായിട്ടും മൂന്നാം വട്ടം വരും. പിന്നെ വന്നു കഴിഞ്ഞാൽ ഈ പകുതി പറഞ്ഞ ചേട്ടൻ പറഞ്ഞ പോലെ പെൻഡിങ് ഉള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുമെന്നാണോ? പിണറായി പെൻഡിങ് തേക്കണം. ജനങ്ങൾക്ക് കഴിഞ്ഞ ബഡ്ജറ്റ് അവർ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കിയില്ലേ? ഇനി അത് നടപ്പാക്കാനുള്ള. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോൾ അധികാരത്തിൽ UDF വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവരാ പെൻഷൻ മുടക്കി. പിന്നെ ഇവർ തമ്മിത്തല്ലായിരിക്കും അധികാരത്തിന് വേണ്ടി. ഞാൻ ഒരു കാര്യം പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ UDF ഉള്ള ഒരാൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആരായി മുഖ്യമന്ത്രി? അത് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമില്ല. ആരും വരിക, വിദേശം വരികയല്ല, രമേശിലും വരുന്നും വരികയല്ല, മൂന്നാമതൊരാളായിട്ട് വരും. ചിലപ്പോൾ പ്രിയങ്ക തന്നെ വരാൻ സാധ്യതയുണ്ട്. അതല്ലേ ഇപ്പൊ രാഹുൽ ഗാന്ധി കഴിഞ്ഞപ്പോൾ ചൂണ്ടിട്ടില്ല, ഒരു വനിതാ മുഖ്യമന്ത്രി വേണമെന്ന് ചൂണ്ടിട്ടേക്കണത് ആരെയാ? പ്രിയങ്ക ഗാന്ധിനെ ഇവിടെ മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടി. അത്രേ ഉള്ളൂ. പിന്നെ KC ജോസഫും കളിക്കുന്നുണ്ട്. അവർ തമ്മിൽ തല്ലുള്ളൂ. അവിടെ ഈ വടംവലി മാത്രമല്ല, അല്ലാതെ ഇവിടെ ഒരു കുഴപ്പം നടക്കുകയല്ലേ. പിണറായിനെ സംബന്ധിച്ച് പിണറായി പറഞ്ഞ കാര്യങ്ങളോട് നടക്കും. പിണറായി പറഞ്ഞ എങ്ങനെയായാലും പരിപാടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകും. ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. അല്ലേ? മൂന്നാമത്തെ പിണറായി ഉറപ്പായിട്ടും 100%. പിണറായി സർക്കാർ ഈ പ്രാവശ്യം വരുന്നതിന് ചേട്ടന് എന്തെങ്കിലും തൃപ്തനാണോ? അതായത് ഭരണ തൃപ്തനല്ല. ഈ ഫോട്ടോ വല്ല പേപ്പറല്ലേ വരൂ? പേപ്പറൊന്നും വരുന്നില്ല. പേപ്പർ വരാൻ നമ്മള് ഇതല്ലേ? പറഞ്ഞോ ചേട്ടൻ പറഞ്ഞോ. പിണറായി സർക്കാർ ഈ കൊല്ലം വരത്തില്ല. കാരണം ഇപ്രാവശ്യം ജസ്റ്റ് ഭരണത്തിൽ വരും. ജസ്റ്റ് പറഞ്ഞോ? 5 വർഷം കഴിയുമ്പോൾ വരുമോ? അല്ല ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വെറുക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ CPM-കാരനാ. ഞാൻ തന്നെ പുറത്തിരിക്കുകയാണ്. അതിൽപ്പെട്ട ആൾക്കാരെല്ലാം പുറത്തിരിക്കുകയാണ്. CPM-ലുള്ള ആൾക്കാരെല്ലാം പുറത്തിരിക്കുകയാണ്. അല്ല പുള്ളിയെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്യുന്നുണ്ടല്ലോ. എന്നാ ചെയ്തേക്കണേ? ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും കൊണ്ടു തന്നിട്ടില്ല. അപ്പോൾ എന്നാ കോപ്പം? പുള്ളി ഒരു കുപ്പം ചെയ്തില്ല. പുള്ളിയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ടുള്ളൂ. ഇവിടെ ഒരു ഇത് വന്നതിൻ്റെ പേരിൽ പുള്ളിയുടെ വരുമാനം 5 ലക്ഷം രൂപ കോഴ ചോദിച്ചത്.
അറിയോ? അപ്പൊ അതൊക്കെ കൊണ്ടാണോ ചേട്ടൻ ഇപ്പൊ അതുകൊണ്ടല്ല, അല്ല ചേട്ടാ നമ്മള് ഭരണം മടുത്തു പോയി. ഭരണം എടുത്തുന്നാണോ ടോട്ടൽ പറഞ്ഞത്? പിന്നെ അല്ലാതെ ചേട്ടൻ പാർട്ടി അനുമതി വല്ലാണോ? അല്ല, ഞാൻ പാർട്ടി അനുമതിയല്ല, ഇപ്പം ഒരു പാർട്ടി ഇല്ലാത്ത ആളാണ്. ആണോ? CPM-കാരായിരുന്നു. പക്ഷേ ആ പാർട്ടിയിൽ തുടരുന്നുമില്ല. ഈ BJP ഭരണത്തിൽ വരുവാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്ത് ജയിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. BJPക്ക് സീറ്റ് കിട്ടുന്നില്ല ചേട്ടാ. ഈ 2-3 സീറ്റ് അപ്പം കിട്ടാൻ സാധ്യതയുണ്ട്. കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? രണ്ടും കിട്ടുമോ? രണ്ടോ മൂന്നോ ചിലപ്പം കിട്ടേക്കും. ഈ മണ്ഡലം കടുത്തൂർ മണ്ഡലല്ലേ? അത് കടുത്തൂർ. മോൻസി ജോസഫ് എന്തായാലും ജയിക്കും UDF. അത് സംശയമില്ലാതായിരിക്കും. കാരണം പുള്ളിക്ക് പറഞ്ഞു ഉറപ്പിച്ച സീറ്റാണോ? അതല്ല, പറഞ്ഞുറപ്പിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം പുള്ളി BJP വോട്ട് മേടിച്ചാ ജയിച്ചത്. പക്ഷേ ഇപ്രാവശ്യം അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഇത് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സ്ഥാനാർത്ഥി അല്ലായിരുന്നു ഇപ്പം നിലവിൽ. കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നു. അതിന് അവർക്ക് BJPയുടെ വോട്ട് മേടിച്ചാണ് ഈ മോൻസി ജോസഫ് ജയിച്ചത്. അതുകൊണ്ട് ഇപ്പം ഇപ്രാവശ്യം അതിൽ കൂടുതൽ ഭൂരിപക്ഷത്തോട് നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും. ആര് വോട്ടില്ലേലും. പിന്നെ നമ്മുടെ സൗജന്യ യാത്ര ചേട്ടനോട് പറഞ്ഞില്ല. അപ്പൊ ചേട്ടൻ അത് ഉറപ്പുണ്ടോ? അവർ അധികാരത്തിൽ വരുമ്പോൾ അത് ഉറപ്പ് വരുത്തുന്ന ഉറപ്പുണ്ടോ? അതൊന്നും പറയാൻ പറ്റില്ല. അത് ഇവർ ചെയ്ത ഇതെല്ലാം തീർത്തിട്ട് വേണ്ട അവർക്ക് കയറാൻ. ഇവർ ചെയ്ത കടബാധ്യതകളെല്ലാം തീർക്കാൻ വേണ്ടി അവർ തുടർഭരണം ചെയ്യണമല്ലേ നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. അവർ തുടർഭരണം ചെയ്യുന്നത് നല്ല അഭിപ്രായമല്ല. പിന്നെ ഒന്നുകൂടെ കയറാൻ ഇല്ലായിക്കളയുക. പിന്നെ അല്ല, സംശയമില്ലാത്തവരില്ല. ആരോട് കൊച്ചു പിള്ളേർ ചോദിച്ചു അവർ പറയും. അപ്പൊ ഈ പ്രാവശ്യം LDF വരത്തില്ലെന്നാണ്. LDF വരരുത്. UDF കയറണം. UDF ഭരണം നടക്കട്ടെ. അവർ 10-40 കൊല്ലം ഒന്നിച്ച് ഭരിച്ചിട്ടുള്ളതല്ലേ. അവർ ഭരിക്കട്ടെ. മാറ്റം എപ്പോഴും ആവശ്യമാണ്. എല്ലാത്തിനും മാറ്റം വേണമല്ലേ? പിന്നെ ആവശ്യം. തീർച്ചയായിട്ടും. ഓക്കേട്ടാ. അടിയൊക്കെ ഉണ്ടോ? റോഡടി ഉണ്ടോ? അല്ല, പലർക്കും ഒരു പേടിയുണ്ട്. ഗുണ്ട നയിക്കും എന്നുള്ളൊരു ടോപ്പിക് കേൾക്കുന്നുണ്ട്. സർക്കാർ ഗുണ്ടയാണെന്നാണോ? അങ്ങനെയല്ല പറയാം. ജനങ്ങൾ ഉപകാരപ്രദമായ ഒരു ഭരണമായിരുന്നില്ല. അതുകൊണ്ട് അത് വരരുന്നുള്ള ആഗ്രഹമാണ് എനിക്ക്. മാറ്റത്തിന് ഞാൻ തന്നെ ഉദ്ദേശിക്കുന്നത് വികസനത്തിന് എന്തെങ്കിലും ഒന്ന് വികസനം, 2 തൊഴിലില്ലായ്മ, പഠിച്ച അഭ്യസ്തവിദ്യരായ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നില്ല. വിദ്യാർത്ഥികൾ അവിടെ സെക്രട്ടേറിയറ്റ് സമരം ഉണ്ടാക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ UDF അധികാരത്തിൽ വരുന്ന ഒരു ടോപ്പിക് നമ്മൾ കേൾക്കുന്നുണ്ട്. ജനങ്ങൾ ഒന്നടക്കം പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണോ? തീർച്ചയായിട്ടും അങ്ങനെ വരണം. ഈ ഭരണം മാറണം. ഈ ഭരണം തുടർച്ചയായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുവാണ്. ആരായിരിക്കും കടന്നു വന്നത്? നമ്മുടെ UDF വരുവാണെങ്കിൽ രമേശ് ചെന്നിത്തലയോടാണ് താല്പര്യം. അതിനാ VD സതീശനാവില്ലെന്നാണോ? സതീശനാണ് താല്പര്യം. രമേശനാണ് ഇച്ചിരിയുടെ ഒരു കഴിവത്ര തലമൂത്തനായോണ്ടാണോ? അല്ല, പ്രാപ്തിയുള്ളത്. VDക്ക് അതില്ലെന്നാണോ? VDക്ക് അതില്ലെന്നുള്ളതാണ്. പകുതി പേര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ VD-യാണ് ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസ് പച്ചപ്പിടിച്ച് വന്നത്. അങ്ങനെയില്ല. ഇപ്പോൾ ഒരു തനക്കം വന്ന കാരണം നിൽക്കുന്ന, അല്ലാതെ VD-യുടെയോ അവർ നേതാക്കന്മാരാരുടെയും കഴിവല്ല. ഇപ്പം പിണറായി വിജയനോടും ആ ഭരണത്തിനോടുള്ള എതിർപ്പാണ് ഇപ്പോൾ UDF-ന് കിട്ടിയെന്ന് അംഗീകാരം. അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ ഒരു കരുതൽ. അപ്പോൾ പിണറായിയോട് ചേട്ടന് ഇപ്പോൾ കറുത്ത ഒരു തോന്നാൻ കാരണം ഭരണത്തിൻ്റെ ഒരു തീർച്ചയായിട്ടും വ്യക്തിയോടല്ല, ആ ഭരണത്തോടാണ് എനിക്ക് എതിർപ്പ്. അപ്പോൾ അത് നമുക്ക് ഉപകാരപ്രദമല്ലാത്ത ഒരു ഭരണമാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. എല്ലാ മേഖലയും ഒരു പോസിറ്റീവ് ഒന്നും പറയാനില്ല. ഇപ്പം 10 വർഷം മുമ്പ് തന്നെ അങ്ങനെ അത് ഒരുപാട് സമയാസമയങ്ങൾ കൊടുക്കാതെ ഇലക്ഷൻ വരുമ്പോൾ കൊടുത്തിട്ട് എന്താ കാര്യമുള്ളത്? ജനങ്ങൾ കൊടുക്കണമെങ്കിൽ സമയാസമയത്താണ് കൊടുക്കണം പൈസ. അത് ഇവരാരുടെ ഔദാര്യമല്ലല്ലോ. തീർച്ചയായിട്ടും അവരാരുടെ ഔദാര്യമല്ലല്ലോ, നമ്മുടെ അവകാശമല്ലേ അത്. നമ്മുടെ നിന്ന് പിടിക്കുന്ന പൈസയല്ലേ നമുക്ക് തരുന്നത്. ഇവർക്ക് മാത്രം പോരല്ലോ, ജീവിച്ചാൽ പോരല്ലോ. ഇവിടെ 60 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രായം ചെന്നവർ എത്രയോ പേരുണ്ട്. അവർക്ക് ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ല, മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ല. നമ്മളിപ്പോൾ യൂട്യൂബിൽ തന്നെ എത്രയോ പിള്ളേർക്ക് ക്യാൻസർ ആയിട്ടും അതും ഇതൊക്കെ ആയിട്ടും മരുന്ന് മേടിക്കും. സർക്കാർ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. KM സാർ കൊണ്ടുവന്ന ആ ഒരു സ്കീം ഇവർ നശിപ്പിച്ചു കളഞ്ഞില്ലേ. എത്രയോ രോഗികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു അപ്പോൾ കേരളം ഒന്നടക്കം UDF വരണമെന്നാണ്. തീർച്ചയായിട്ടും ഇത് UDF വന്നാൽ ഇതിന് ഒരു മാറ്റം വരണം. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതല്ല ഇപ്പം UDF അല്ലേ വരാനുള്ളൂ. BJP അതെ, ഇവിടെ മോൻസിയായിരിക്കുള്ള സാധ്യത. ഇവിടെ BJPക്ക് ഹോപ്പ് കുറവാണ്. അല്ല, കിട്ടും. മൊത്തത്തിൽ പറഞ്ഞാൽ കിട്ടാതിരിക്കാൻ കാര്യമില്ല. ഏറെക്കുറെ കുറച്ചാൽ കിട്ടും. ഭരണത്തിനുള്ള കിട്ടിയില്ലെങ്കിലും കുറച്ച് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇല്ലെങ്കിൽ 1-ലെ 2ാം സ്ഥാനത്ത് വരാൻ ഒരുപാട് സാധ്യത. ഷാരുടെ കാര്യം നമുക്കറിയില്ല. കറക്റ്റ് നമ്മൾ ആ മണ്ഡലമല്ല. പിന്നെ അയാൾ സിനിമാ നടനാണ്. അങ്ങനെ ഒരാൾ അവിടെ ഒരു MLA ആയിട്ട് വന്നിട്ടും കാര്യമില്ല. രാഷ്ട്രീയക്കാരനായിട്ട് തന്നെ വരണം. സിനിമാ നടനായിട്ട് വന്നിട്ട് തന്ത്രമാണോ ഞാൻ ചോദിച്ചത്? ഇങ്ങനെ ഒരു
സിനിമ അതാരെ നിർത്തിയാലും ജയിക്കുന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരുടെ തെറ്റിദ്ധാരണയല്ലേ അവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ വരുവാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ മരണം തള്ളപ്പിക്കാരനാണ്. കാരണം അവർ രാഷ്ട്രീയത്തിൽ തിളങ്ങിയവളാണ്, അവർക്ക് കഴിവുണ്ട്, അറിവുണ്ട്. ഷാർക്കായിട്ട് അതല്ല. അപ്പോൾ ഈ പ്രാവശ്യം തീർച്ചയായിട്ടും UDF-ന് നമുക്ക് ഈ ഭരണത്തോളം എതിർപ്പാണ്. ആരുടെ കത്തിക്കുള്ള നമ്മൾ പിന്നെ ആത്മഹത്യക്ക് തുല്യമാണ്. ഒരുപക്ഷെ ജനങ്ങൾ മാറ്റി ചിന്തിച്ച് വീണ്ടും പിണറായിലോട്ട് പോയെങ്കിലും പോയ നശിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ നാട് നശിച്ചെന്ന് പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും നാട് പിണറായിക്ക് ഇനി കൊടുത്താൽ നാട് നശിക്കും. തീർച്ചയായിട്ടും പിണറായി നല്ല ഇനിയും ഈ പാർട്ടിക്കാരെ ഭരിച്ചേക്കാൻ നാട് നശിച്ചു പോകുള്ളൂ. ആ ഒരു ചിന്താഗതി ജനങ്ങളുണ്ട്. UDF വന്നാലാണ് അത് അവർ വന്നാലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം സാമ്പത്തികമായിട്ട് നമ്മൾ കുഴപ്പത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇവർ വന്നാലും ഉണ്ടാണ് നിർബന്ധമില്ല. എങ്കിലും ഇതിൽ ഭേദമായിരിക്കുമെന്ന് ചിന്തിക്കുന്നു. മൂന്നാം വട്ടം പിണറായി വന്നതിന് ചേട്ടൻ്റെ എന്നാ അഭിപ്രായം? എൻ്റെ പൊന്നു സുഹൃത്തെ, പിണറായി വിജയനൊന്നും ഇനി വരണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതന്നെ കാരണം എന്നാ? അത് കാരണം എന്ന് പറയുക, ഒരു മുഖ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ ഈ ജനങ്ങളോടൊന്നും അടുത്ത ഇടവഴിയൊക്കെ നിൽക്കണ്ട. ഇതൊരുമാതിരി എന്നാ പറയണ്ട, നമ്മളൊക്കെ എന്താ ശത്രുക്കളായിട്ടോ പുള്ളി കാണുന്നത്. അല്ല, ഭരണം മടത്തോണ്ടാണോ? ഭരണം എടുത്ത് ഇമാതിരി ഒരു ഭരണം എന്ന് പറഞ്ഞാൽ, എടാ ഞാനൊക്കെ PSCയുടെ പുറകെ ഒരുപാട് നടന്നതാണ്. എന്നെ കഴിഞ്ഞ് സീനിയറായിട്ടുള്ള ആൾക്കാർ, ഈ പാർട്ടി പ്രവർത്തകനൊക്കെ ആയിട്ടുള്ള കുറേ ആൾക്കാർക്ക് ഈ സീറ്റ് കിട്ടിയിട്ടുണ്ട് ഓരോ സർക്കാരിൻ്റെ ഓരോ ജോലി സ്ഥലങ്ങളിൽ. അപ്പം ഞാനൊക്കെ വെറുത്ത് മടുത്ത് അവിടെ നിന്നിട്ട് പോകുന്നതാണ്. ഇതൊക്കെ കൊണ്ടാണ് മെയിൻ കാരണം തന്നെ ഈ പിണറായി സർക്കാർ ഇനി അധികാരത്തിൽ വരണ്ടെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ചേട്ടൻ പറയണമെന്ന് വെച്ചാൽ UDF വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതറിയാൻ മേല. ഇവന്മാരെല്ലാവരും ഇങ്ങനെ കുറച്ച് അഴിമതി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ UDF വന്നാൽ ഈ അഴിമതി ചെയ്യുന്നതിനകത്ത് കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും. ഈ ഒരു വർഗീയതയൊക്കെ കുറഞ്ഞു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ പിൻവാതിൽ നിയമനമൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ഏകദേശം രക്ഷപ്പെട്ടൊന്ന് കൂട്ടിയാൽ മതി. BJP പിടിക്കുന്നു തോന്നുന്നുണ്ടോ? BJP വരുവാണോ വരട്ടെ. പക്ഷേ ഇവരുടെ കർശന നിയമങ്ങളൊക്കെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് തോന്നുന്നില്ല BJP പിടിക്കില്ല. BJPക്ക് ഒന്ന് സീറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ് ഇവിടെയൊക്കെ. ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവര് ഭയങ്കരമായിട്ട് ഫണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസർമാരും സിനിമാ പ്രവർത്തകരും എല്ലാവരും ഈ BJP-യിലോട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു കേട്ടു, ഇവന്മാർ ഭയങ്കരമായിട്ട് ഫണ്ട് എറിഞ്ഞ് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടുള്ളൂ. അല്ല ചേട്ടാ, പിണറായിയോട് ഇങ്ങനെ വൈരാഗ്യം വല്ലതും ആണോ, അതോ ഇങ്ങനെ ചാൻസ് വല്ലതും കിട്ടാത്തതുകൊണ്ടാണോ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോൾ PSCയുടെ കേസ് കൊണ്ട് മാത്രം പിണറായിനെ വെറുത്തുകയാണോ, അതോ ഭരണമാണോ? PSCയുടെ മാത്രമല്ല, വേറെ എല്ലാ കേസുകളും അങ്ങനെ. നമുക്കിപ്പോൾ ഒരു പരാതിയായിട്ട് പുള്ളിയുടെ അടുത്ത് പോകാൻ പോലും പറ്റത്തില്ല. പുള്ളി കണക്ക് കുറച്ച് നമ്മളെ അറ്റുപോകും. ഇപ്പോൾ UDF അധികാരത്തിൽ വന്നിരിക്കട്ടെ, അപ്പോൾ ഒരു മുഖ്യമന്ത്രിയായിട്ട് ആരായിരിക്കും ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ വരുന്ന ആരായിരിക്കും? എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ അഭിപ്രായം നോക്കിയിട്ട് കാര്യമില്ല. ഇവരൊക്കെ അല്ലേ സെലക്ട് ചെയ്തത്. അവരുടെ ഒരു VD സതീശനാകാൻ സാധ്യതയുണ്ട്. ആണോ? VD സതീശനാകാൻ സാധ്യത എന്ന് പറയുമ്പോൾ തന്നെ പുള്ളിയുടെ എങ്ങനെ പെരുമാറ്റമൊക്കെ എങ്ങനെ? പുള്ളി ഓക്കെയാണ്? അപ്പോൾ അല്ലേ പുള്ളിനെ നുണേശൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ പുള്ളി അധികാരത്തിൽ കയറി ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ആൾക്കാർക്ക്, ജനങ്ങൾക്ക് ഇപ്പോഴും പേടിയുണ്ട്. അപ്പോൾ എന്നാ ചേട്ടൻ അഭിപ്രായം എന്നാ? എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വേറെ ആരും ഇല്ലല്ലോ. നമ്മുടെ നല്ല നായകന്മാരൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അച്യുതാനന്ദനാണെങ്കിലും മറ്റേ ഉമ്മൻചാണ്ടി ആണെങ്കിലും ഇവരൊക്കെ ആയിരുന്നു നല്ലൊരു പാർട്ടി നേതാക്കൾ. അപ്പോൾ ഇവരില്ലാത്ത സ്ഥിതിക്ക് വേറെ ആരെങ്കിലുമൊക്കെ കയറുക, അല്ലെങ്കിൽ ഇവിടെ വല്ല ഈ സൗദിയൊക്കെ പോലെ രാജഭരണം വരണം. അങ്ങനെയാണെങ്കിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ ശരിയാക്കും. അപ്പോൾ ചേട്ടൻ പറഞ്ഞ LDF വരണ്ട, തുടർഭരണം വേണ്ടെന്നാണ് പറയുന്നത്? ഈ തുടർഭരണം വേണ്ടെന്ന് തന്നെ പറഞ്ഞത്. കാരണം ഇത്രയും നാൾ നമ്മൾ അനുഭവിച്ചില്ല കുറേ കാര്യങ്ങൾ. അപ്പോൾ ഒരു ചേഞ്ച് വേണമെന്നാണ്? ചേഞ്ച് വേണം, പിന്നെ തീർച്ചയായിട്ടും ചേഞ്ച് വേണം. അപ്പോൾ UDF വരട്ടെ എന്നാണല്ലേ? വരട്ടെ, UDF വേണം. അപ്പോൾ ചാനലിൽ നിന്ന് ഈ പ്രാവശ്യം ഇലക്ഷൻ വരുമല്ലോ. അപ്പോൾ ഇലക്ഷൻ വരുവാണെങ്കിൽ അപ്പച്ചന് ആരായിരിക്കും അധികാരത്തിൽ? അത് LDF അധികാരത്തിൽ വേണ്ടെന്നാണോ, അതോ UDF അധികാരത്തിൽ വേണ്ടെന്നാണോ? ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവരായിരിക്കും. അല്ല, അപ്പച്ചൻ്റെ ഒരു അഭിപ്രായം പറയാം. എന്നാലും ആരായിരിക്കും? പിണറായി മൂന്നാം വട്ടം പിണറായി തന്നെ ആഗ്രഹമുണ്ടോ? ഉണ്ടല്ലേ? കാരണം എന്നാ, പിണറായിയുടെ ഭരണത്തിൻ്റെ ചെയ്യുന്നുണ്ടോ, വികസനം ഉള്ളതുകൊണ്ടാണോ? ആണോ? അഭിപ്രായങ്ങളൊന്നുമില്ല പറയാം അപ്പച്ചന്? അഭിപ്രായം വികസനം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ചെയ്യത്തില്ല. ഇപ്പോൾ UDF-ൽ ഇപ്പോൾ നമ്മൾ കയറി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ കുറേ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. KSRTC അതൊക്കെ ചെയ്യുന്നില്ലല്ലോ, നടപടിയാവില്ലല്ലേ? അത് നടപടിയാകുന്ന കാര്യങ്ങളല്ല. ഇപ്പം തന്നെ KSRTC നഷ്ടത്തില്ല. അപ്പോൾ പിന്നെ ഇതും കൂടി ചെയ്യുന്ന എങ്ങനെ? അപ്പോൾ അത് നടപടിയാവില്ലെന്നാണ് പറയണത്. പക്ഷേ അത് ഭയങ്കര ഉറപ്പിച്ച് പറഞ്ഞേക്കുക, UDF വന്നാലേ ഇത് നടപടിയാവുള്ളൂ. അവർ ഇതുകൂടി വല്ല പ്രൈവറ്റ് കമ്പനിക്കും കൊടുക്കും, KSRTC കൂടി കൊടുക്കും. അപ്പോൾ പിന്നെ ഒരു ഇത് ചെയ്യണ്ടല്ലോ. പിണറായി വിജയൻ തന്നെ പിന്നെയും വരണം എന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്നു? വലിയ താല്പര്യമില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ താല്പര്യമില്ല. ചേട്ടാ, UDF-ന്റെ അധികാരത്തിൽ ഇപ്പോൾ UDF അധികാരത്തിൽ കയറുന്ന വെക്കട്ടെ, അപ്പോൾ അതിന് മുഖ്യമന്ത്രിയായിട്ട് ചേട്ടൻ്റെ ഒരു അഭിപ്രായം ആരായിരിക്കും? അതിനെപ്പറ്റി എനിക്ക് വലിയ ഒരു, എന്നാലും VD സതീശനുണ്ട്, ചെന്നിത്തലയുണ്ട്. ചെന്നിത്തല വലിയ അപകടകാരിയല്ല എന്ന് ഒരു പേഴ്സണലായിട്ട്. അല്ല, ഭൂരിപക്ഷം സർവേ എടുക്കാൻ പോയപ്പോൾ പറഞ്ഞേക്കണത് തലമൂർത്താൻ ചെന്നിത്തലയാണല്ലോ. പുള്ളിയുടെ ഒരു മുഖ്യമന്ത്രി ആയെന്നുള്ള രീതിക്ക് പറഞ്ഞു.
അങ്ങനായാലും വലിയ അപകടകാരിയല്ല അത്, പ്രശ്നമുള്ള കേസല്ല അത്. പിണറായിയോട് ചേട്ടന് വലിയ താല്പര്യമില്ല. താല്പര്യമില്ല, ഒറ്റ വാക്കിൽ പിണറായിയോട് താല്പര്യമില്ല. ഇന്നലെ 4000 രൂപ പെൻഷൻ കിട്ടി. ചിലപ്പം ഒരു മാസം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു മാസം 2 ദിവസം കുടിശ്ശിക വരാം. എന്നാലും ഒരു തീർത്ത് കൊടുക്കണ്ടല്ലോ. ഇപ്പോൾ 4000 രൂപ ഞങ്ങളുടെയൊക്കെ വീട് എല്ലായിടത്തും വീട്ടിൽ കൊടുക്കും. 4000 രൂപ എല്ലാവർക്കും കിട്ടി. ഈസ്റ്റൊക്കെ പ്രമാണിച്ച് കറക്റ്റ് പിണറായി സർക്കാർ വന്നതുകൊണ്ട് പെൻഷൻ എല്ലാം കറക്റ്റ് കിട്ടുന്നുണ്ടെന്നാണ്. കിട്ടുന്നുണ്ടോ? ഒരു മാസം പോലും കുടിശ്ശില്ല. ഇപ്പോൾ ഈ മാസം ഇപ്പോൾ എപ്പോഴെങ്കിലും കൊടുത്താൽ 30-ാം തീയതി ഇവർ വന്ന ഭരണത്തിൽ കയറിയ പിന്നെയാണ് ഈ കുടിശ്ശികയെല്ലാം തീർത്ത് കുടിശ്ശിക തീർത്ത് ഇപ്പോൾ എല്ലാവർക്കും പെൻഷൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് അമ്മായിമ്മ, അവർക്കുള്ള മാസം 1000 രൂപ അത് കിട്ടുന്നുണ്ട്. അതിനൊന്നും ഒരു മുടക്കവുമില്ല. പിന്നെ ഈ പെൻഷൻ ഇപ്പം 4000 രൂപ വീട്ടിൽ കൊടുത്തു. ഇപ്പം നിലവിൽ ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ പിണറായി സർക്കാരിനോട് മാത്രം കുറച്ച് പേരുള്ളതെന്ന് വെച്ചാൽ പിന്നെ ഒരു 1000 രൂപ വനിതകൾക്കില്ലേ, അത് 35 വയസ്സ് അതും കിട്ടി. എന്നെ വരെ കിട്ടി. അതും കിട്ടുന്നുണ്ട്. എല്ലാം കിട്ടുന്നുണ്ട്. നമുക്ക് ഒന്നും ഉള്ള കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ചില നെഗറ്റീവ്സ് ഉണ്ട് ഇതിൽ. ഈ LDF സർക്കാരിൽ നമ്മുടെ കുടുംബത്തിൽ വിഷയങ്ങൾ ഉണ്ടാകില്ലേ, ഉണ്ടാകും. നമ്മളൊരു അമ്മയുടെ മക്കൾ നമ്മൾ വിഷയം ഉണ്ടാകണല്ലേ. അപ്പം അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകണമെന്നേ. പക്ഷേ നമ്മളുടെ കോൺഗ്രസ് വരുവാണെങ്കിൽ ചിഹ്നത്തിൽ മുഖ്യമന്ത്രി അയാൾ നല്ല മനുഷ്യനായി ആക്കരുത്. കാരണം എന്താ വെച്ചാൽ പുള്ളി പടയും പറഞ്ഞു നടക്കട്ടെ. ബാബുജി ഓക്കേട്ടാ.